ഒരാളെ ഇവിടെ ഇരുന്ന് കിൻഡർ ജോയ് തന്നെയാണ്. അഹങ്കാരം തന്നെയല്ലേ പഠിച്ചവനെ കാണൂല അഹങ്കാരം എന്ന് പറയുന്നിട്ടാ. നിർബന്ധം ഫുഡ് കഴിക്കണം. കാരണം ഞങ്ങളെ ബില്ല് റൗണ്ട് ആക്കാനോ അല്ലൊന്നുമില്ല. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. കാരണം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തോ, ഹായ് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മൾ ടാറ്റ് പോണ വീഡിയോ ആണ്. എവിടേക്ക് പോണ്? വാഞ്ചിയിലേക്ക് പോണ വീഡിയോ ആയിട്ടെന്ന്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറ്റും. പറയേ. അതന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്കിന്ന് പോണ വീഡിയോ കാണാം. രണ്ടാളും നല്ല വികൃതി കേട്ടോ. ഞങ്ങൾ പോകാൻ വേണ്ടി മാറ്റി നിൽക്കണം. റിച്ച് വണ്ടിയിൽ പാട്ടിട്ടപ്പോൾ എൽസിന് കൈയടിക്കണല്ലേ. ഓളൊന്നല്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതാ ഈ വണ്ടിയിൽ വണ്ടിയുടെ മേൽനോട്ടൊക്കെ റിച്ച് ആയിട്ട് നയിക്കുക. എവിടേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് കീ എടുക്കുക, പാട്ടിടുക, ഡോറൊക്കെ തുറന്ന് സെറ്റാക്കല് റിച്ച് ആണ്. എവിടേക്ക് പോണ്? എവിടേക്ക് ടാറ്റ? എൽസിനെ എവിടെ പോണ്? വാഞ്ചിക്ക് പറയാ അച്ചീനെ അല്ലേ? ഈ അച്ചീനെ അറിയില്ല. എൽസിന്റെയും കോസ്റ്റ്യൂം ഒരേപോലെ അല്ലേ? അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വളാഞ്ചേരി ടൗണിലെത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ വളാഞ്ചേരിയുള്ള യാരമാൾക്കാണ് പോകുന്നത്. അവിടെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടി പോവുകയാണ്. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓഫർ കഴിഞ്ഞിട്ടാട്ടോ. ഫെബ്രുവരി 2 ആയിരുന്നു. ഫെബ്രുവരി 2 വരെയാണ് അവിടെ ഓഫർ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാരമാളിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്തു. എൽസിനെ പിന്നെ വേഗം അതിൽ ഇറക്കി വെച്ചുട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യാൻ സുഖമല്ല, അവനെടുത്ത് നിൽക്കണ്ടല്ലോ. അങ്ങനെ ഫിദ അവിടെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഫർ ഉള്ള സാധനമുണ്ട്, ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. മെയിനായിട്ട് ലിക്വിഡ്, പമ്പേഴ്സ്, ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ഓഫറുണ്ട്. അങ്ങനെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ വെള്ളവും മേടിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയപ്പോഴാണ് ടോയ്സിൻ്റെ കളക്ഷൻ കണ്ടത്, വണ്ടികൾ. അപ്പോൾ എൽസിന് ഓരോന്ന് നോക്കുക കേട്ടോ. അങ്ങനെ നോക്കി അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. കരയൊന്നും ചെയ്തില്ല. അതെടുക്കാനോ അങ്ങനെ ഇതാക്കാനോ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബില്ലാക്കാൻ പോയിട്ടാ. ബില്ലാക്കണോടത്താണെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ബില്ലിൻ്റെ വലുപ്പല്ലേ. ഒരാളെ ഇവിടെ ഇരുന്ന് കിൻഡർ ജോയ് തന്നെയാണ്. ആരെങ്കിലും തിരക്കുണ്ട്, പക്ഷേ ഇവിടെയാണ് നല്ല തിരക്ക്. ബില്ലാക്കണോടത്ത് ഇതിനൊക്കെ അവിടെ ൂടെ പോവാ റിച്ചുവിനൊക്കെ. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടി. പിന്നെ നമ്മൾ പോവാട്ടോ. അപ്പോൾ പോരുമ്പോൾ എനിക്കും ഫിദക്കും നല്ല നിർദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കരുതെന്ന്. പക്ഷെ എന്താ അറിയില്ല, എല്ലാം ആവശ്യമുള്ളതായി പോയി. അങ്ങനെ എടുത്തിട്ട് വന്നപ്പോൾ 2 ട്രോളി ഫുള്ളായി നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ പമ്പേഴ്സ്, ലിക്വിഡ്, സോപ്പ് പൊടി, ഇത് എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് തികയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ 3-4 ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ഡിക്കിൽ വെച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കാവുമ്പുറത്തുള്ള റബീഹ് റൈദാനിക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ മജ്ലിസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെന്തായാലും അവിടെ ഇരിക്കൽ നല്ല കംഫർട്ടാവുമല്ലോ. അപ്പോൾ പോണ വൈക്ക് റഫി ഓരോന്ന് ചെക്ക് ചെയ്യാം. പിന്നെ കംഫർട്ട്, നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഫേസ് വാഷ്. ഫേസ് വാഷ് എടുക്കുന്നു. ഓഫർ അയിമുണ്ടാവൂല മക്കളെ. എല്ലാ സാധനങ്ങൾക്കും വസൂലാക്കും, പൈസ വസൂലാക്കും. അയിമുണ്ടാവൂല. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ യാരാമാള് പോയി പർച്ചേസിംഗ് ഒക്കെ നിർബന്ധം ഫുഡ് കഴിക്കണം.
കാരണം ഞങ്ങളെ ബില്ല് ഞങ്ങൾക്കൊന്ന് റൗണ്ട് ആക്കാനാ, എല്ലാം ഒന്നുമില്ല. ഒന്ന് 8 സംതിങ് ആയിക്കണേ. അപ്പൊ ഒരു 10 റൗണ്ട് ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അഹങ്കാരം തന്നെയല്ലേ. പഠിച്ചവനെ കാണൂല അഹങ്കാരം എന്ന് പറയുന്നിട്ടാ. അപ്പൊ അതൊന്നും എപ്പോഴെങ്കിലൊക്കെ ഉള്ളു, എപ്പോഴും ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങും. ഇനി നോമ്പ് എന്നെ വരെ ഇല്ല, പർച്ചേസിങ് ഇല്ല പറഞ്ഞിക്കണേ. ഇനി പുറത്തിറക്കൂലോ അല്ലേ. അപ്പൊ എന്നാലും ഞങ്ങളിപ്പോ വന്നിക്കണ് റെയ്ദാൻ കുഴിമന്തിക്കാണ്. ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത്. പുതിയ ഷോപ്പ് പുതിയതാണ്. വരാനുള്ള കാരണം എന്താണെന്നറിയോ, ഇവിടെ മജ്ലിസ് ഉണ്ട്, കുട്ടികളെ ഇറക്കി വിടാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് റിച്ചു ഞങ്ങൾ ഇറങ്ങായിട്ട് ഇവിടെ തിരക്കൂടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാം, പിന്നെ വീട്ടിൽ പോവാം. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ പറഞ്ഞ മജ്ലിസ്. ഞങ്ങളിപ്പോൾ കാവുമ്പുറത്തുള്ള റബീഹ റെയ്ദാനിലാണ്. അപ്പോൾ എൽസിന് അതിൻ്റെ ഇടയ്ക്കൊന്ന് വീണു എണീക്കണമൊക്കെ ഉണ്ട്. അതൊന്നും അവർക്കിപ്പോൾ ഒരു വിഷയമല്ല, ഒരു ഫുൾ ഹാപ്പിയാണ്. കൊടുത്താളോ അത് എന്താ ഇത്? എന്താണിത്? എന്താണ് ഉണ്ടാക്കാൻ അറിയാം എനിക്ക്? ഞാനൊന്നും ഉണ്ടാക്കിക്കാം. ഞങ്ങൾ ഓർഡർ കൊടുക്കട്ടെ കഴിക്കും. ഇതെന്താ കാണിക്കണം? കിൻഡർ ജോയുടെ ടോയ്സ് എനിക്ക് ഉണ്ടാക്കാൻ അറിയോ? എങ്ങനെ ഉണ്ടാക്കുക? മൂത്തപ്പുണ്ടാക്കി തരാം. ഞങ്ങൾ റെയ്ദാനിൽ മജ്ലിസ് എടുത്ത് കേട്ടോ. കാരണം ഈ വായിക്കിടല്ലേ മജ്ലിസ് ആകുമ്പോൾ കുട്ടികളങ്ങോട് വിടാലോ, ഓരോരുത്തർക്ക് കടക്കായി ഇരിക്കുക. ഒന്ന് ഇച്ചിരി കൊത്താളാ. 4 കുട്ടിയല്ലേ? രണ്ടാളും പൈമന്ന് വീണു. വീഴൂലേ? ഇവിടെ പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ അപ്പോഴാട്ടോ നമ്മളെ റംഷു വീഡിയോ കോൾ വന്നത്. ബെൽസിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് സലാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി മക്കളവിടെ പ്ലേറ്റിലും അവിടെ ഇവിടെ കൂടെയൊക്കെ ആകെ പരത്തിയിട്ടിരിക്കണം കേട്ടോ. അവരെ മുന്നിൽ പിന്നെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അവരെ വയർക്ക് പോണേക്കാളും കൂടുതൽ അവിടെ നിലത്തേക്കാറും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അൽഫാം മന്തി അതുപോലെ തന്നെ കുഴിമന്തിയും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ്. മക്കൾ എൽസിനും മെസിയും അവർ രണ്ടാളും അവരെ കലാപരിപാടികളായിട്ട് വികൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള വിചാരമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് കുടിച്ചു, അതുപോലെ തന്നെ എൽസിനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് രാത്രി ആയാലും ഉറങ്ങണം എന്നുള്ള ഒരു ചിന്തയില്ല കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. മക്കൾക്ക് രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പുറത്ത് പോവാച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങൾക്കും ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ഇഷ്ടം രാത്രി പുറത്തിറങ്ങാനാട്ടോ. അത് വേറൊരു വൈബാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കന് അമർത്തുക. അപ്പോൾ അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.